ഇല്ലല്ലദീന താബു വ അസ്ലഹു വ ബയ്യനു, അവർ വ്യക്തമാക്കുകയും വേണം എന്നുള്ളതാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് വ്യക്തമാക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയ കാര്യങ്ങളാണ്. അതിനെയാണ് വ്യക്തമാക്കേണ്ടവർ പൂഴ്ത്തുകയുണ്ടായത്, തങ്ങളുടെ അറിവുകളെ, തങ്ങളുടെ സാക്ഷ്യങ്ങളെ. അതുകൊണ്ട് തന്നെ അറിവ് പൂഴ്ത്തിയത് തൗബ ചെയ്യുമ്പോൾ അതിൽ ബയാൻ വരുത്തണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വ്യക്തമാകും വിധം അതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും പൊരുളുകളുമൊക്കെ ആളുകളോട് പറയണം എന്നുള്ളതാണ്. തങ്ങളുടേത് തെറ്റാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കേണ്ടത് പശ്ചാത്താപത്തിൻ്റെ, മനസ്താപത്തിൻ്റെ തേട്ടമാണ്. ഇത്തരം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കുമ്പോൾ തങ്ങൾക്ക് വന്നുപോയ ഒരു തെറ്റിനെ അത് തെറ്റാണെന്ന് ഏറ്റു പറഞ്ഞ് ആ തെറ്റിനാൽ വ്യതിചലിച്ചവരെ തിരുത്തുക എന്നുള്ളത് തൗബയുടെ ഭാഗമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ചേർത്തു പറച്ചിൽ നമ്മളോട് പറയുന്നത്. വ അസ്ലഹു വ ബയ്യനു. ഈ വചനം അവതീർണമാകാനുള്ള അവതരണ പശ്ചാത്തലം നമ്മൾ പഠിച്ചു പോയതാണ്. വേദപുരോഹിതന്മാർ തങ്ങൾ സാക്ഷ്യം പറയേണ്ട, തങ്ങൾ വ്യക്തമാക്കേണ്ട ഒരു വിഷയം മൂടുകയും തമസ്കരിക്കുകയും ചെയ്തപ്പോൾ അവരിൽ നിന്ന് വലിയ വീഴ്ചയാണ്, തെറ്റാണ് സംഭവിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ വീഴ്ച അതിലവർ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ തെറ്റിൽ അവർ പരസ്യ പ്രസ്താവന നടത്തേണ്ടതുണ്ട്. കാരണം പലരും അതിനാൽ തെറ്റിലകപ്പെട്ടിട്ടുണ്ട്, വീഴ്ചയിൽ വീണുപോയിട്ടുണ്ട്. അതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വബയ്യനു എന്ന് പറഞ്ഞത്. അത് ആ പുരോഹിതന്മാരിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു വിഷയമല്ല. തങ്ങളുടെ വീഴ്ചകൾ കാരണത്താൽ ആളുകൾ തെറ്റിലകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തൗബ ചെയ്യുന്നവർ തങ്ങളുടേത് വീഴ്ചയായിരുന്നു എന്ന് ആളുകളോട് പരസ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിൻ്റെ ചില ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുമുണ്ട് ഇൻഷാ അല്ലാഹ്. പക്ഷെ ഒരു വീഴ്ച വന്നാൽ അത് തൻ്റെ വീഴ്ചയാണെന്ന് തുറന്നു പറയുന്നതിൽ ആ വീഴ്ചയുടെ സ്വാധീനം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ തുറന്നു പറച്ചിൽ ഒരിക്കലും ഒരു കുറച്ചിലല്ല, അതൊരു പോരായ്മയുമല്ല. മാലോകർക്ക് സകലത്തിലും മാതൃക, മാനവരിൽ മഹോന്നതനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിലും മാതൃകയാണ്. ദീനി വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വീഴ്ച വരില്ല. ദുന്യവിയായ ഭൗതികമായ വിഷയങ്ങളിലും മതവിധികൾ ബാധകമാകുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വീഴ്ചയുണ്ടാകില്ല. എന്നാൽ കേവലം ഭൗതികമായ ചില വിഷയങ്ങളിലെ ഗവേഷണ പിഴവുകൾ ഒരു മനുഷ്യൻ എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു തിരുദൂതരോടൊപ്പം നടന്നു പോകവേ ഒരു വിഭാഗം ആളുകൾ അവരുടെ ഈത്തപ്പന മുകളിൽ കയറിയിരിക്കുന്നത് കാണുകയാണ്. അവിടുന്ന് ചോദിച്ചു, മാ യസ്നഉ ഹൗലായി, ഇക്കൂട്ടർ എന്താണ് ചെയ്യുന്നത് ഈത്തപ്പന മുകളിൽ? അപ്പോൾ അവർ പറഞ്ഞു, യുലഖിഹൂന നഖൽ യജഅലൂന അസ്സകറ ഫിൽ ഉൻസ ഫയൽഖഹ്. അവർ ഈത്തപ്പനയെ പരാഗണം നടത്തുകയാണ്, ആൺപരാഗിയെ പെൺപരാഗിയിൽ ചേർക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ പരാഗണം നടക്കും, ഫയൽഖഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അദുന്നു ദാലിക യുഗ്നി ഷൈഅൻ, ഇങ്ങനെ പരാഗണം നടത്തുന്നത് ഏതെങ്കിലും നിലക്ക് ഉപകാരം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചില നിവേദനങ്ങളിൽ ഫലൗ തറക്കൂഹു ഫലം യുലഖിഹൂഹു ലസലുഹ്, ഈ പരാഗണം നടത്തുന്നത് അവർ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ കാരക്ക വിളയുന്നത് നല്ല നിലയിലാവും. തൽഹ പറയുകയാണ്, ഫ ഉഖ്ബിറു ബിദാലിക്, ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വീക്ഷണം പറയപ്പെട്ടു. ഫതറക്കൂഹു, അവർ പരാഗണം നടത്തുന്നത് ഒഴിവാക്കി. ഫലം യുലഖിഹൂഹു, പരാഗണം നടത്തിയില്ല. ആമഇദിൻ, ആ വർഷം. എന്താ സംഭവിച്ചത്? ഫഖറജ ഷീസൻ എന്നാണ്. ആ വർഷത്തെ വിളയെടുപ്പ് സമയം ഷീസാണ് വിളയായി ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ചത്ത കാരക്ക, നെല്ലിൽ പതിരെന്ന് പറയുന്നത് പോലെ കുറേ പതിരുകളാണ് വിളഞ്ഞത്. ഫമറ ബിഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലൂടെ വീണ്ടും നടന്നു പോവുകയുണ്ടായി. അവിടുന്ന് ചോദിച്ചു, മാലി നഖലിക്കും, നിങ്ങളുടെ കാരക്ക മരങ്ങൾക്ക്, ഈത്തപ്പനകൾക്ക് എന്ത് സംഭവിച്ചു? ആളുകൾ പറഞ്ഞു, തറക്നാഹു ലിമാ ഖുൽത്, താങ്കളുടെ പറച്ചിൽ പരിഗണിച്ച് ഞങ്ങൾ പരാഗണം നടത്താതെ ഈത്തപ്പനയെ വിട്ടേച്ചു, അതിനാലാണ് ഇത് സംഭവിച്ചത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമ അന ബശറുൻ, തീർച്ചയായും ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ്. ഫഇദാ കാന ശൈഉം മിൻ അംരി ദുനിയാക്കും, നിങ്ങളുടെ ദുന്യവിയായ കാര്യങ്ങളിൽ വല്ലതിലുമാണ് എങ്കിൽ ഫഅൻതും അലമു ബിഹ്, നിങ്ങളാണ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവർ. വഇൻ കാന മിൻ ഉമൂരി ദീനിക്കും, നിങ്ങളുടെ ദീനി കാര്യങ്ങളിൽപ്പെട്ടതാണ് എങ്കിൽ ഫഇലയ്യ, അതിൽ എന്നിലേക്കാണ് നിങ്ങൾ കാര്യങ്ങൾ അറിയാൻ മടങ്ങേണ്ടത്, എൻ്റെ തീരുമാനവും വിധിയുമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വഅല അലൈഹി വസല്ലം പറയുകയുണ്ടായി. ചില നിവേദനങ്ങളിൽ ഇന്നമാ ഹുവ ബൻ ഇൻ കാന യുഗ്നി ഷൈഅൻ ഫസ്നഉഹു ഫഇന്നമാ അന ബശറും മിസ്ലുക്കും,
ഇന്നമഹുവബ്ബൻ, ഞാനൊരു ധാരണ പറയുക മാത്രമാണ് ചെയ്തത്. പരാഗണം നടത്തുന്നത് ഉപകരിക്കുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഫഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് പറഞ്ഞ തിരുദൂതർ തുടർത്തി, വഇന്നബ്ബന്ന യുഖ്തിഉ വയുസീബ്, ധാരണയിൽ തെറ്റ് ഭവിച്ചേക്കാം, ശരിയും ഭവിച്ചേക്കാം. വലാകിമ്മാ ഖുൽതു ലക്കും ഖാല അല്ലാഹ്, എന്നാൽ ഞാൻ അള്ളാഹു പറഞ്ഞു എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ഫലൻ അക്ദിബ അലല്ലാഹ്, അള്ളാഹുവെക്കുറിച്ച് ഞാൻ ഒരിക്കലും സത്യത്തിന് നിരക്കാത്തത് പറയുകയില്ല എന്ന് അവിടുന്ന് പറയുകയുണ്ടായി എന്നാണ് ഇമാം ഇബ്നു മാജയുടെ നിവേദനത്തിൽ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അളവിൽ നമ്മളൊരു മാതൃക മനസ്സിലാക്കുകയാണ്. കേവല ഭൗതികമായ ഒരു വിഷയത്തിൽ അവിടുന്ന് പ്രകടിപ്പിച്ച ഒരു ധാരണ, ആ വിഷയത്തിൽ തിരുദൂതരുടെ വീക്ഷണം ശരിയോടടുത്തതായിരുന്നില്ല. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തുറന്നു പറഞ്ഞു നോക്കൂ നിങ്ങൾ. ശരി ആളുകളെ അറിയിച്ചതും ആ ശരി നിങ്ങൾ ചെയ്യണമെന്ന് അനുശാസിക്കുകയും ചെയ്തത് നോക്കൂ നിങ്ങൾ. ഇതായിരിക്കണം നമുക്കുള്ള മാതൃക. വീഴ്ച വന്നാൽ ആ വീഴ്ച മറ്റുള്ളവരെ സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ തിരുത്തുമ്പോൾ വീഴ്ചയെ വീഴ്ചയാണെന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന സ്വഭാവം. നമ്മളൊക്കെ പലപ്പോഴും ദീനീ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വീഴ്ചകൾ വരുന്നവരാണ്, തെറ്റ് പറയുന്നവരാണ്. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാവുകയില്ല. തെറ്റ് ദീനിൽ അവിടുന്ന് വിധിക്കുകയോ പറയുകയോ ചെയ്യുകയില്ല. നമ്മളൊക്കെ എത്ര ഗൗരവത്തിൽ കാണണം, എത്ര ഗൗരവത്തിൽ മനസ്സിലാക്കണം നമ്മളുടെ തെറ്റുകളെ, നമ്മുടെ വീഴ്ചകളെ. അതുകൊണ്ട് തന്നെ തുറന്നു പറയുന്നതിൽ, വ്യക്തമാക്കി കൊടുക്കുന്നതിൽ ഒരു കുറവും ഒരു ലജ്ജയും നമ്മളെ പിന്തിരിപ്പിക്കാൻ പാടുള്ളതല്ല എന്നാണ് ഇവിടെ ഉണർത്തുവാനുള്ളത്.